ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ റംസാനൊക്കെ ആയിട്ട് ഡീപ്പ് ക്ലീനിങ് വ്ലോഗ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേനു. പിന്നെ ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അത്യാവശ്യം ദിവസം അയക്കുന്നു. പക്ഷെ ഇത് എഡിറ്റ് ചെയ്യാനോ ഇതിന് വോയിസ് കൊടുക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ലേനു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പനി കുടുങ്ങി. അങ്ങനെ എനിക്ക് പിന്നെ നല്ല കടത്തത്തിലായിപ്പോയി ഞാൻ. മറ്റേത് എനിക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോസ് ഇടലുണ്ട്, എഡിറ്റ് ചെയ്ത് വീഡിയോസൊക്കെ ഇടലുണ്ട്. പക്ഷേ ഇത് എപ്പോഴത്തേമാതിരി ആയിരുന്നില്ല, നല്ല പനിയായിരുന്നു. എനിക്കിതിൻ്റെ മുന്നെയാണ് ഇപ്പോൾ ഒരു പനി കഴിഞ്ഞത്. സൗണ്ടൊക്കെ പോയി. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയും എൻ്റെ സൗണ്ടൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സൗണ്ടൊക്കെ ഒന്ന് വന്ന് റെഡി ആയപ്പോഴാണ് ഇപ്പതാ വീണ്ടും നല്ലൊരു പനി. ഈ പനിയാണെങ്കിൽ കഴിഞ്ഞ പനി പോലെ ആയിരുന്നില്ല, നല്ല എന്താ പറയുക, കുറച്ചും കൂടി ഹാർഡായ പോലെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേനും, അതായത് മോന് ഫുഡൊക്കെ കൊടുക്കണമല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ കിച്ചണിലോട്ട് പോകുമ്പോഴത്തേനും എനിക്ക് തുടങ്ങും തല കറങ്ങുന്നു, വീഴുന്നു, അങ്ങനെ ഒക്കെ കൂടി ആയിട്ട് നല്ല രസമായിരുന്നു. ഞാൻ ഫുൾ ബെഡിൽ തന്നെയായിരുന്നു, എനിക്ക് എഴുന്നേൽക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ കൂടി ആയിട്ടാണ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര ലാഗായത് കേട്ടോ. ഞാൻ ഇതൊക്കെ അല്ലേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസം അയക്കുന്നത്. ഞാൻ പറയില്ല, ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഫോണിലോട്ട് നോക്കാൻ പോലും കഴിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇത് കയ്യും പെടാന്ന് കരുതി നിന്നാ. ഇനിയും ഇത് ഇട്ടില്ലെങ്കിൽ റെഡി ആവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പം ഓക്കെ എഡിറ്റൊക്കെ ചെയ്ത് ഇടാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഞാൻ കിച്ചൺ നാട്ടോ ക്ലീനിങ് തുടങ്ങാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിലുള്ള എൻ്റെ കുറച്ച് കബോർഡും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു. എന്നിട്ട് പിന്നെ കുറച്ച് സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതാട്ടോ. സ്പൂണും അതേപോലെ ആ സ്പൂൺ ഇട്ട് വെക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എല്ലാതും ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് വെക്കാം എന്ന് തന്നെയായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ, ക്ലീൻ ചെയ്യുന്നൊന്നും. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ നമ്മുടെ ഈ പൈപ്പ്, അതേപോലെ ഈ ചുമരൊക്കെ ഉണ്ടല്ലോ അത്, അതേപോലെ ഈ വിൻഡോ, അതൊക്കെ ഞാൻ അത്യാവശ്യം നല്ലോണം സോപ്പും സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട്, സോപ്പല്ല കേട്ടോ, മറ്റേ എന്താ പറയുക, ഒരു ഈ ലിക്വിഡ് ഉണ്ടല്ലോ, ഈ ലിക്വിഡൊക്കെ വെച്ചിട്ട് നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് നല്ലോണം തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ സിങ്ക് ഉണ്ടല്ലോ, ഈ സിങ്കും നല്ലോണം എന്താ പറയുക സ്ക്രബ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ഒരു കളറ് എത്ര നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാലും ആ കളർ പോവില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ചായിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്തിട്ട്. എനിക്കൊന്ന് 2-3 ദിവസമൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ കുറേ എന്താ പറയുക പാത്രങ്ങളും പിന്നെ എൻ്റെ പഞ്ചസാര, ചായപ്പൊടി, അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ അതിൻ്റേതായ സ്ഥലത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഈ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഈ കബോർഡിലാണ് വെക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയാൽ അത് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ എന്ന്. ഒന്നാമത് എന്താ പറയുക, ഇവിടെ ഇതിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുക്കുന്ന പാത്രങ്ങളൊന്നും ഞാൻ വെക്കല്ല. എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുന്ന പാത്രങ്ങൾ മാത്രമേ വെക്കലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ അധികം എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും, കാരണം യൂസ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ അതിലേക്ക് ഞാൻ പാത്രങ്ങളൊക്കെ വെക്കുന്നുണ്ടായി. പിന്നെ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാനും പിന്നെ അതിലേക്ക് വെക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്ലാസ്സൊക്കെ ഞാൻ അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലത്തെ കബോർഡിൽ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇതങ്ങനെ ഞാൻ അടുക്കല്ല ഈ മുട്ട. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം എന്നിട്ട് അല്ലെങ്കിലും അത് മുട്ട അവിടെ തന്നെ കേട്ടോ. എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് മുട്ടയും അതേപോലെ ക്യാൻഡീസൊക്കെ അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ എൻ്റെ ഈ ഒരു കബോർഡ് സെക്ഷൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഞാനെപ്പോഴും
നമ്മൾ എടുക്കുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇവിടെ നല്ലോണം ഉണ്ടായിരുന്നു എന്തൊക്കെയോ പൊടികളൊക്കെ ചിന്തിയതോ എന്തൊക്കെയോന്ന്. അപ്പം അതൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഫില്ല് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മുടെ പൊടികളും സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സമയം വീഡിയോ എടുത്തിട്ടുണ്ട് എന്നാണ് വിചാരിച്ചിട്ടുണ്ടേനിയത്. പക്ഷേ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് സംഭവം. പക്ഷേ ഇനിയൊരു വീഡിയോ എടുക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ അത് മതി, അങ്ങനെ വീഡിയോ കാണിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ കബോർഡിലോട്ട് പോയപ്പോൾ ബാക്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ അതിൽ ആ ഒരു കബോർഡത്തെ കംപ്ലീറ്റ് സാധനങ്ങളും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇതിലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എനിക്ക് ഓൾറെഡി ഞാൻ റമദാൻ ഷോപ്പിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, എനിക്ക് തുടങ്ങണം. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, പനിയൊക്കെയായിട്ട് ഞാൻ നല്ല കടത്തത്തിലായതുകൊണ്ട് എനിക്കങ്ങനെ പോകാനും സാധനങ്ങൾ വാങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഉള്ള സാധനങ്ങളൊന്നും ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതിലോട്ട് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സൈഡും ഞാൻ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റാക്കി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കബോർഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഫുൾ എന്തെല്ലാമൊക്കെയോ സാധനങ്ങൾ കൊത്തറച്ചൊരു കബോർഡാണിത്. അങ്ങനെ ഇതിത്തതും ഞാൻ കംപ്ലീറ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ റീഅറേഞ്ച് ചെയ്യാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് കളഞ്ഞിട്ട് പിന്നെ ഇതിൽ കുറച്ച് പിസ്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൂടി ഞാനൊരു ചെറിയൊരു പാത്രത്തിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയൊരു ഇതിലോട്ട്. എന്നിട്ട് പിന്നെ ഞാനിതാ ഓരോന്ന് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ഫുള്ള് കോഫി മേറ്റും പിന്നെ പാസ്ത, നൂഡിൽസ്, ന്യൂട്ടല്ല, പിസ്ത അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതായത് ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതൊക്കെ ആയിരുന്നു അവിടെ വെക്കാനുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ അടിയത്തെ കബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യാനെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തു. എന്നിട്ട് പിന്നെ കട്ടിംഗ് ബോർഡൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ കെറ്റിൽ നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതും ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മിക്സി വെച്ച് കൊടുത്ത് പിന്നെ കട്ടിംഗ് ബോർഡ് നമ്മുടെ പ്രസ് ഉണ്ടല്ലോ അതും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയ നല്ലോണം എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാരണം എന്തൊക്കെയോ സാധനങ്ങളാണല്ലോ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പൊടിയൊക്കെ ചിന്തിയതും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം ഒന്ന് പൊടി തട്ടി പിന്നെ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടോ. അപ്പം ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഏരിയ മാത്രമല്ല, പിന്നെ ഈ മറ്റേ സൈഡിലാണെങ്കിൽ എനിക്ക് സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇതിലെന്തെല്ലാമൊക്കെയോ ഒട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാനിത് ഇതേപോലെ കേക്കിയിട്ട് കുറച്ച് ദിവസം അയക്കുന്നു, അതായത് ഒരു 4-5 ദിവസമൊക്കെ എന്തായാലും അയച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അതും ഏറെക്കുറെ നല്ലോണം സ്ക്രബ്ബറൊക്കെ ഇട്ട് നല്ലോണം ഒരതി ക്ലീൻ ചെയ്ത് അവിടെയും ഈ ഒരു സൈഡും ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സിങ്കിൻ്റെ നേരെ അടിയിലുള്ള ആ ഒരു 4 കബോർഡ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. ഒന്ന് ഞാൻ ജസ്റ്റ് ലിക്വിഡ് മാത്രം വെക്കും, അതേപോലെ ആ സ്ക്രബ്ബേഴ്സും മാത്രം ആ ഒരു കബോർഡിൽ വെക്കലുള്ളൂ, വേറെ ഞാനൊന്നും വെക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു 3-4 കബോർഡ് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ ഈ സൈഡ് ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ഈ സൈഡത്തെ 2-3 കബോർഡിൽ പിന്നെ പഞ്ചസാര, അരി, ഓയിൽ അതൊക്കെ തന്നെ ഉള്ളായിരുന്നു. അവിടെ എനിക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ ക്ലീൻ ചെയ്യാനുള്ളൊരു മെയിൻ സംഭവമായിരുന്നു ഫ്രിഡ്ജ്. ഇവിടെ എനിക്ക് അത്യാവശ്യം കുറച്ച് നേരം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ഞാൻ റംദാൻ ഷോപ്പിംഗ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ അതിന് മാത്രം സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഇതിൽ നിന്ന് എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും ഒഴിവാക്കണം. പിന്നെ ഫ്രീസറിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ വിചാരിച്ച് ഫ്രീസർ ഇപ്പം എന്തായാലും തൊടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കുറച്ച് നേരം ഇട്ടുള്ളൂ, എന്താ പറയുക, സ്വിച്ച് ഓഫ് ആക്കിയിട്ട്.
അതുകൊണ്ട് തന്നെ അതിൻ്റെ ഐസും ഒന്നും ഇളകിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഫ്രീസർ അങ്ങനെ തന്നെ നിന്നോട്ടെ, ബാക്കി ഭാഗങ്ങളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞാനിതാ ഇതിൻ്റെ ഉള്ളിലെ കമ്പാർട്ട്മെൻറ്റൊക്കെ കംപ്ലീറ്റ് എടുത്തിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതെല്ലാം അതേപോലെ നല്ലോണം ഇതും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം എന്തെല്ലാമൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അത് ഫ്രിഡ്ജിലോട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഷോപ്പിംഗ് ഒന്നും കഴിയാത്തതുകൊണ്ട് എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും വെക്കാനോ ഇതാക്കാനൊന്നും ഇല്ലേനു. കുറച്ച് ജാമും മഷ്റൂമും സോസും അങ്ങനത്തെ ബ്രെഡ് ഐറ്റംസ് അങ്ങനത്തെ കുറച്ചൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ അതിലേക്ക് വേഗം ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ആ പരിപാടി ഞാൻ അങ്ങോട്ട് വേഗം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിതാ ഈ നിലമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ ഏറെക്കുറെ കിച്ചൺ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേസ്റ്റ് ഒന്ന് അടിയിൽ കൊണ്ടുപോയിടാനുണ്ടായിരുന്നു. അത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട്, കാരണം ഇതെന്തായാലും വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഹാളോ ഒന്നുകൂടി അടിച്ചു വരാനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് വേസ്റ്റ് അവിടെ കൊണ്ടുപോയിടുക എന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കിച്ചൺ ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഞാൻ ഓൾറെഡി നല്ലോണം ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് അതിൽ വെച്ചതായിരുന്നു കേട്ടോ. ഞാനതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല, വെറുതെ കുറേ ലെഗൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഇതാണ് ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത എൻ്റെ കബോർഡ്. ഏറെക്കുറെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കബോർഡ് കാണാൻ തന്നെ എന്തൊരു ഭംഗി. പക്ഷേ 2 ദിവസം ഉണ്ടാവുമെന്ന് തന്നെ പടച്ചോന്നറിയാം. കുറച്ച് നേരം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വീണ്ടും അത് താളം തെറ്റും. അതങ്ങനെയാണ് എൻ്റെ കബോർഡ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. എന്നാലും ഇങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കാണുമ്പം ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ എന്ത് നല്ല മനോഹാരിത. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ കിച്ചൺ പരിപാടി കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ റൂമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടില്ല. ഒന്നാമത് എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, പിന്നെ വീഡിയോ ലെങ്ത് ആവണ്ട എന്നും കരുതിയിട്ട് ഞാൻ വിചാരിച്ച് ഓക്കെ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കാണിക്കുക, അതായിരിക്കും നല്ലതെന്ന്. ഞാനിവിടെ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഡ്രസ്സ് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലിടുന്ന ഈ ഒരു ഡ്രസ്സ് ഫസ്റ്റ് ഡ്രോയറിലും പിന്നെ നൈറ്റിലിടുന്ന ഡ്രസ്സ് അതിൻ്റെ അടിയിലും വെക്കാമെന്നൊക്കെയാണ് കരുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ചെയ്തു. കുറച്ച് ദിവസം ഇതും അതേപോലെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തിരിച്ചു പോകും കേട്ടോ. പിന്നെ ഞാനിതാ ഈ ഒരു ഹാളൊന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അപ്പോഴത്തേന് മറ്റാൾ ഇവിടെ അടിച്ചു വാരലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചോദിച്ചിട്ട് അങ്ങനെ കിട്ടിയിട്ടൊന്നും ഇല്ലെങ്കിലും പിന്നെ ഞാനൊന്നങ്ങോട്ട് ചീത്ത പറയുന്ന പോലെ പറയുമ്പം അതങ്ങോട്ട് വേഗം കിട്ടുമല്ലോ. അങ്ങനെ അതിന് ചൂടായി പോയതാണ് നിങ്ങൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ. എന്നിട്ട് ഞാനിതാ ഹോളൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എൻ്റെ ഡീപ്പ് ക്ലീനിങ്. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.